ഇക്കഴിഞ്ഞ ജനുവരി 3-ന് സ്പെയിനിൽ നിന്നുള്ള ഒരു ശിശുരോഗ വിദഗ്ധയായ ലോല റോസി തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു അവർക്കൊരു സന്ദേശം ലഭിക്കുന്നത്. മുർസിയയിൽ നിന്നുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു സന്ദേശം അയച്ചത്. അവരുടെ മകൻ സ്വിമ്മിംഗ് പൂളിൽ വീണ് അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നതായിരുന്നു ആ അമ്മയുടെ സന്ദേശം. അടുത്ത നിമിഷം ലോല കാർലോ അക്യൂട്ടിസിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ലോലയുടെ പക്കൽ കാർലോയുടെ ഒരു തിരുശേഷിപ്പുമുണ്ട്. ഇവർ അപകട സമയങ്ങളിൽ കാർലോ അക്യൂട്ടിസിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നതിനും ആ തിരുശേഷിപ്പിന് പിന്നിലും വലിയൊരു കഥയുണ്ട്. 2022 ശരീരത്തിൽ ക്യാൻസർ ബാധിച്ച് ലോല ആശുപത്രിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനെത്തിയ ഫാദർ ലിയാൻഡ്രോ ഫെർണാണ്ടസ് എന്ന പുരോഹിതനാണ് ആ തിരുശേഷിപ്പ് നൽകിയത്. ദേവാലയത്തിനു വേണ്ടി തൻ്റെ മകൻ്റെ ചിത്രം വരച്ചു നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കാർലോയുടെ അമ്മ അയച്ചു കൊടുത്ത തിരുശേഷിപ്പാണ് വൈദികൻ ലോലയ്ക്ക് നൽകിയത്. പക്ഷേ ഈ തിരുശേഷിപ്പ് നൽകുന്നതിന് മുൻപ് ലോല കുടുംബസമേതം അസീസിയിലെ കാർലോ അക്യൂട്ടിസിൻ്റെ മൃതകുടീരം സന്ദർശിച്ചതിനെക്കുറിച്ച് വൈദികൻ അറിയില്ലായിരുന്നു. അവിടെ വെച്ച് തന്നെ കാർലോയുടെ മാധ്യസ്ഥം വഴി താൻ സുഖം പ്രാപിക്കുമെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ആ തിരുശേഷിപ്പിനൊപ്പം കാർലോയുടെ ഒരു പ്രാർത്ഥനാ കാർഡും ചേർത്ത് വെച്ച് തൻ്റെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ലോല അഭ്യർത്ഥിച്ചു. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ അവളുടെ അഭ്യർത്ഥനയോട് പ്രതികരിച്ചു. കീമോതെറാപ്പിക്കും വളരെ കഠിനമായ 2 ശസ്ത്രക്രിയകൾക്കും വിധേയമാകേണ്ടി വന്ന ദുഷ്കരമായ അവസ്ഥയിലും ആ പ്രാർത്ഥനകൾ ലോലയ്ക്ക് ശക്തി നൽകി. ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവൻ അവിടുന്ന് സംരക്ഷിച്ചു. അതിനാൽ ഞാൻ ദൈവത്തിനും കാർലോയ്ക്കും നന്ദി പറയുന്നു, ലോല പുഞ്ചിരിയോടെ പറയുന്നു. തനിക്ക് കാർലോയോടുള്ള വിശ്വാസം യാതൊരു മടിയുമില്ലാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ഈ ഡോക്ടർ സമയം കണ്ടെത്തുന്നുണ്ട്. ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന നിരവധി പേർക്ക് അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ലോല അവകാശപ്പെടുന്നുണ്ട്. ആരംഭത്തിൽ പറഞ്ഞ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണത്തോട് മല്ലടിച്ച കുഞ്ഞും അതിലുൾപ്പെടുന്നു. ICUവിൽ തിരുശേഷിപ്പുമായി പ്രവേശിക്കാൻ ലോലയ്ക്ക് അന്ന് സാധിച്ചു. ആ കുഞ്ഞിന് വേണ്ടി ലോല കാർലോയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. ആ തിരുശേഷിപ്പ് കുഞ്ഞിൻ്റെ അമ്മ വലിയ വിശ്വാസത്തോടെ തൻ്റെ മകൻ്റെ അരികിലായി വയ്ക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, മരണത്തോട് മല്ലടിച്ച ആ കുഞ്ഞ് തൊട്ടടുത്ത ദിവസം എഴുന്നേറ്റ് ആരുടെയും സഹായമില്ലാതെ ഭക്ഷണം കഴിക്കാവുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാവുന്ന സ്ഥിതിയിൽ ക്യാൻസർ ബാധിതയായ ഒരു പെൺകുട്ടിയുടെ അനുഭവവും ലോലയ്ക്ക് പറയാനുണ്ട്. തൻ്റെ മകളുടെ ആയുസ് കുറച്ച് ദിവസത്തേക്ക് നീട്ടിക്കിട്ടാൻ കാർലോ കാരണമായെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ ലോലയോട് കണ്ണീരോടെ വെളിപ്പെടുത്തിയിരുന്നു. വരുന്ന ഏപ്രിലിൽ കാർലോ അക്യൂട്ടിസ് വിശുദ്ധനായി ഉയർത്തപ്പെടുമ്പോൾ കാർലോ അക്യൂട്ടിസിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച നിരവധി അത്ഭുതങ്ങൾ വീണ്ടും ഈ ദിനങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.